ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ ವ್ಯಾಪ್ತಿಯಲ್ಲಿರುವ ಅಂಬಿತ್ತಡಿ 11ನೇ ಕ್ರಮ ಸಂಖ್ಯೆಯ ಅಂಗನವಾಡಿ ಕಟ್ಟಡ ನಿರ್ಮಾಣ ಕುರಿತು ಸರ್ಕಾರಕ್ಕೆ ಸ್ಥಳ ಮತ್ತು ರಸ್ತೆಯನ್ನು ಬಿಟ್ಟುಕೊಟ್ಟಿದ್ದರೂ ಕಟ್ಟಡ ಕಾಮಗಾರಿ ಆರಂಭವಾಗದಿರುವ ಬಗ್ಗೆ ನೂರಾರು ಮಂದಿ ಗ್ರಾಮಸ್ಥರು ಪಂಚಾಯತ್ಗೆ ಮುತ್ತಿಗೆ ಹಾಕಿ ತಮ್ಮ ಆಕ್ರೋಶ ವ್ಯಕ್ತಪಡಿಸಿ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರು ಹಾಗೂ ಕಾರ್ಯದರ್ಶಿಗೆ ಮನವಿಯನ್ನು ಸಲ್ಲಿಸಿ ಕೂಡಲೇ ಅಂಗನವಾಡಿ ನಿರ್ಮಿಸುವಂತೆ ಒತ್ತಾಯ ಹೇರಿದ್ದಾರೆ. ಕೆಲ ದಿನಗಳ ಹಿಂದೆ ಅಂಗನವಾಡಿಯ ವಿಷಯದಲ್ಲಿ ಆಡಳಿತ ಸಮಿತಿ ಯಾವುದೇ ನಿರ್ಣಯವನ್ನ ಕೈಗೊಳ್ಳದೇ ಇರುವ ಹಿನ್ನೆಲೆಯಲ್ಲಿ ವಾರ್ಡ್ ಸದಸ್ಯರೊಬ್ಬರು ಬೋರ್ಡ್ ಸಭೆಯಲ್ಲಿ ನಿದ್ದೆಯ ಮಾತ್ರೆ ಸೇವಿಸಿ ಆತ್ಮಹತ್ಯೆಗೆ ಕೂಡ ಯತ್ನಿಸಿದ್ರು. ಜಿಲ್ಲಾಧಿಕಾರಿಗಳು ಜಿಲ್ಲೆಯ ಅಂಗನವಾಡಿಗಳ ಕಳಪೆ ಸ್ಥಿತಿಯ ಸುಧಾರಣೆಗೆ ಕರೆದ ಸಭೆಯಲ್ಲಿ ಈ ಸಮಸ್ಯೆಗೆ ಪರಿಹಾರ ಕಂಡುಕೊಳ್ಳಲು ಅವಕಾಶವಿದ್ದರೂ ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪೂರ್ಣ ಪ್ರಮಾಣದ ಮಾಹಿತಿ ನೀಡದೆ ಜಿಲ್ಲಾಧಿಕಾರಿ ಕಚೇರಿಯಲ್ಲಿ ಸಿಕ್ಕಿದ ಅವಕಾಶವನ್ನು ಕಳೆದುಕೊಂಡಿರುವುದಾಗಿಯೂ ಗ್ರಾಮಸ್ಥರಿಂದ ಆರೋಪ ಕೇಳಿಬಂದಿದೆ. ಮಂಜೇಶ್ವರ പഞ്ചായത്തിലെ അമ്പിത്താടി എന്ന സ്ഥലത്തുള്ള അംഗനവാടി 23 വർഷമായിട്ട് ഇതുവരെ സ്വന്തമായ കെട്ടിടമില്ല. അതിനുവേണ്ടി സ്വന്തമായി കെട്ടിടമില്ലാത്തതിൻ്റെ കാരണത്താൽ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അതിലേക്ക് സ്വന്തമായ റോഡില്ല എന്നും പറഞ്ഞിട്ടാണ് പ്രസിഡൻറ്റ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അതിനനുസരിച്ചിട്ട് ഞങ്ങൾ റോഡും വിട്ടുകൊടുത്ത്. എന്നിട്ട് ആ വാക്ക് ഇതുവരെ പാലിച്ചിട്ടില്ല, കെട്ടിടം നിർമ്മിച്ച് തന്നിട്ടില്ല. അത് സംബന്ധമായിട്ടാണ് ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ മാർച്ച് പ്രതിഷേധം അറിയിക്കാൻ വന്നത്. സെക്രട്ടറി ബന്ധപ്പെട്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ബോർഡ് തീരുമാനം വന്നാൽ ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ബോർഡ് തീരുമാനം വന്നിട്ടില്ല. ಅಂಗನವಾಡಿ ಕಟ್ಟಡ ನಿರ್ಮಿಸಲು ಪಂಚಾಯಿತಿಗೆ ನೀಡಿದ ಸ್ಥಳಕ್ಕೆ ರಸ್ತೆ ಸಂಪರ್ಕ ಇಲ್ಲ ಎಂಬ ನೆಪ ಮುಂದಿಟ್ಟು ನಿರ್ಮಾಣ ಕಾರ್ಯದಿಂದ ಹಿಂದಕ್ಕೆ ಸರಿದಾಗ ಪಂಚಾಯತ್ನ ಬೇಡಿಕೆಯಂತೆ ಅದೇ ಜಮೀನಿನ ಮಾಲೀಕ ರಸ್ತೆಗೆ ಬೇಕಾದ ಭೂಮಿಯನ್ನು ಕೂಡ ಅಂಗನವಾಡಿಯ ರಸ್ತೆಗಾಗಿ ಬಿಟ್ಟುಕೊಟ್ಟಿದ್ರೂ ಪಂಚಾಯತ್ ಕಟ್ಟಡ ನಿರ್ಮಿಸಲು ಮುಂದಾಗುತ್ತಿಲ್ಲ ಎಂದು ಗ್ರಾಮಸ್ಥರು ತಮ್ಮ ಆಕ್ರೋಶವನ್ನ ವ್ಯಕ್ತಪಡಿಸಿದ್ರು. 23 ವರ್ಷ ಬರ್ತಲ್ಲ ಬಕ್ಕ ರೋಡ್ ಪುರ ರೆಡಿ ಆದುಂಡು ಈ ತಂಟಲ ಅಂಗನವಾಡಿ ಆಫೀಸು പഞ്ചായത്ത് അതിനകത്ത് വേക്ക അംഗനവാടി ആവോട് നിങ്ങളുടെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എത്ര പ്രാവശ്യം ഇതിൻ്റെ ബാക്കിൽ ആണ് ഈ ഒരു കാര്യത്തിന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു അറിയാലോ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്തെന്ന്. ആ സമയത്ത് പോലും ರೋಡಿಲ್ಲ ಊರವರು ಎಲ್ಲ ಸಹಕಾರ ಮಾಡ್ತಾರೆ, ಎಲ್ಲ ಪ್ರಯತ್ನ ಮಾಡ್ತಾರೆ, ರೋಡ್ ಕೊಡಿಸ್ತೀವಿ. ಮತ್ತೆ ಪಂಚಾಯತ್ ಸ್ಟ್ಯಾಂಡ್ ಈಗ ಒಂದು ಬೋರ್ಡನ್ನು ತೀರ್ಮಾನ ಮಾಡಲಿಕ್ಕೆ ಪಂಚಾಯತಿಗೆ ಅದು ತುಂಬಾ ಈಗ ಮಾತಾಡೋದಕ್ಕೆ ಮೊದಲು ಸೆಕ್ರೆಟರಿ ಅವರ ಹತ್ರ ಹೋಗಿ ಬಂದದ್ದು. ಅವರು ಹೇಳ್ತಾ ಇರೋದು ಬೋರ್ಡ್ ತೀರ್ಮಾನ ಕೊಟ್ಟರೆ സെക്രട്ടറി പറയുന്നത് നിയമതടസ്സമായിട്ട് ഒരു പ്രശ്നമില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞത് 2 സ്ഥലം പ്രശ്നത്തിലാണ്. ഒന്ന് ഫാക്ടറി ഉള്ളതുകൊണ്ട്, രണ്ടാമത് വൈ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ വൈ ഗവൺമെന്റിലേക്ക് എഴുതി കൊടുത്ത് 6-8 മാസമായി. ഒരു തടസ്സവുമില്ല. സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് നിയമപരമായി ഒരു തടസ്സമില്ല. അടിയന്തരമായി അടുത്ത ബോർഡിൽ ഈ ചർച്ച വെച്ച് ഈ അംഗനവാടിയുടെ പ്രശ്നം പരിഹരിക്കണം. കാരണം എത്ര കാലമായി ഈ കുട്ടികളും സ്ത്രീകളും അതും പഞ്ചായത്തിന്റെ സ്വന്തം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാർ കാശ് സ്വരൂപിച്ചിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത്. അപ്പോൾ അവർക്ക് അത്ര പോലും അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് അംഗനവാടിക്ക് വേണ്ടി ഇത്രമാത്രം കേരളത്തിൽ നമ്പർ 1 വിദ്യാഭ്യാസ മേഖലയിൽ. അംഗനവാടി വിഷയമായി ഇന്ന് നാട്ടുകാർ നടത്തിയ പ്രതിഷേധം കാരണം ഒരുപാട് വർഷങ്ങളായി അമ്പിത്താടി അംഗനവാടി പൊതുജനങ്ങൾ ആ നാട്ടുകാർ കാശ് പോലും സ്വരൂപിച്ചിട്ടാണ് പഞ്ചായത്തിലേക്ക് സ്ഥലം നൽകിയത്. എന്നിട്ട് പോലും അന്ന് പ്രസിഡന്റ് പറഞ്ഞത് 2 സ്ഥലമുണ്ട്, 2 സ്ഥലവും പ്രശ്നത്തിലാണ്. ഒരു സ്ഥലം നാട്ടുകാരെടുത്ത് കൊടുത്ത സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞതാണ് റോഡില്ല, റോഡ് തടസ്സമാണ് അവിടെ ഉള്ളത്. മറ്റൊന്ന് ഫാക്ടറി മൂലമാണ് തടസ്സപ്പെടുന്നത്. അപ്പോൾ നാട്ടുകാർ ഇപ്പോൾ 1.5 കൊല്ലത്തോളമായി റോഡ് ഗവൺമെൻറ്റിലേക്ക് എഴുതി കൊടുക്കുകയും അതിന് കാരണമായി അന്ന് പ്രസിഡന്റ് പറഞ്ഞത് റോഡ് കൃത്യമായി കെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ അംഗനവാടി പ്രാബല്യത്തിൽ വരുമെന്ന്. പക്ഷേ 1.5 കൊല്ലത്തോളമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനവും ബോർഡ് എടുക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഇന്ന് ഞങ്ങൾ പ്രതിഷേധവുമായി വന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ അറിയാൻ പറ്റിയത്. സെക്രട്ടറി കൃത്യമായി പറയുന്നത് നിയമ തടസ്സങ്ങളും ഒന്നുമില്ല, റോഡിലേക്കോ വരാൻ പറ്റുന്ന വഴി കിട്ടിയാൽ മതി, അംഗനവാടിക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് സെക്രട്ടറി പറയുന്നത്.
അപ്പോൾ അടിയന്തരമായി ഈ ബോർഡ് മീറ്റിംഗ് ഈ ഗ്രാമസഭ കഴിഞ്ഞ ഉടനെ അടിയന്തരമായി ബോർഡ് മീറ്റിങ്ങിൽ ഈ കാര്യം അവതരിപ്പിച്ച് നാട്ടുകാർക്ക് വേണ്ടി അംഗനവാടി അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ കൃത്യമായി സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബോർഡ് മീറ്റിങ്ങിൽ ചർച്ച ഒരു നല്ല ആരോഗ്യകരമായി നടന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധവും സമരവുമായി പഞ്ചായത്തിലേക്ക് ഊർജ്ജോത്സവത്തോടെ നാട്ടുകാരൊപ്പം ഞങ്ങളും മുന്നിലുണ്ടാകുമെന്ന് തീർത്തും പറഞ്ഞിരിക്കുകയാണ്. ಮಹಿಳೆಯರು, ಮಕ್ಕಳು, ಸಾಮಾಜಿಕ ಕಾರ್ಯಕರ್ತರು, ರಾಜಕೀಯ ಮುಖಂಡರು ಸೇರಿದಂತೆ ನೂರಾರು ಮಂದಿ ಮುತ್ತಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಂಡಿದ್ರು. ರೆಹಮಾನ್ ಉದ್ಯಾವರ, ವಿ4 ನ್ಯೂಸ್, ಮಂಜೇಶ್ವರ.